ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തേർഡ് മൊഡ്യൂളാണ്. അപ്പോൾ ഈ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളായ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ്റെ കണ്ടിന്യൂഷനാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 റാൻഡം വേരിയബിൾസ് ഉള്ള സമയത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ലെറ്റ് ജി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് നമ്മളൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. സച്ച് ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡുലസ് ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ ഡിസ്ക്രീറ്റ് കേസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് നമുക്ക് ബൈ ഡെഫിനിഷൻ ഡബിൾ സമ്മേഷൻ ജി ഓഫ് എക്സ് ഐ വൈ ജെ പി ഓഫ് ഐ ജെ എന്ന് എഴുതാം. Okay, that is equal to double summation over x and y g of x comma y f of x comma y എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു യൂണിവേരിയേറ്റ് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സും, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇവിടെ 2 വേരിയബിൾസ് ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡബിൾ സമ്മേഷൻ കൊടുക്കുന്നു, 2 വേരിയബിളും ഡിഫൈൻ ചെയ്യുന്നു, അതിൻ്റെ ജോയിൻറ്റ് PDF ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡബിൾ സമ്മേഷൻ ഓവർ എക്സ് ആൻഡ് വൈ ജി ഓഫ് എക്സ് കോമ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാം. ഇത് ഡിസ്ക്രീറ്റ് ആകുമ്പോഴും ഇത് കണ്ടിന്യൂസ് ആവുന്ന സമയത്തും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എക്സ്പെക്റ്റേഷൻ്റെ എഡീഷൻ തിയറമാണ്. എഡീഷൻ തിയറം ഓൺ മാത്തമാറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ. ഓക്കെ, എഡീഷൻ തിയറം എന്ന് പറയുമ്പോൾ നമുക്ക് 2 റാൻഡം വേരിയബിൾസ് ഉണ്ടാവും. ആ റാൻഡം വേരിയബിൾ സപ്പോസ് ആ റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് നോക്കണം. 2 കേസിലും പ്രൂവ് ചെയ്യാം. ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കേസിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസിലും ഇത് ട്രൂ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡബിൾ സമ്മേഷൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് 2 സമ്മേഷൻ ഉണ്ട്. എക്സ് പ്ലസ് വൈ ഉണ്ട് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. എക്സിൻ്റെ ടേമും വൈൻ്റെ ടേമും സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും ഡബിൾ സമ്മേഷൻ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെ ടേം മാത്രം വെക്കാം. അപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് സമ്മേഷൻ ഓവർ വൈ വൈ സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഈ ടേം എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ. ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രം കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് പ്ലസ് സമ്മേഷൻ വൈ വൈ ഇൻറ്റു ഇതെന്തായിരിക്കും, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എഫ് ടു ഓഫ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ടേം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. സമ്മേഷൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആയിരിക്കും. ഇവിടെ സമ്മേഷൻ വൈ ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടി. അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് കേസിലും പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണ്, ഇവിടെ സമ്മേഷന് പകരം നമുക്ക് എന്തായിരിക്കും, ഡബിൾ ഇൻ്റഗ്രൽ ആയിരിക്കും, ഇൻ്റഗ്രൽ ഓവർ എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും, ഇൻ്റഗ്രൽ ആയിരിക്കും വരാം. ബാക്കിയൊക്കെ നമ്മളെ പ്രൊസീജിയർ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇതേപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സ് വൈ എന്ന് പറഞ്ഞതിന് പകരം n വേരിയബിൾസ് എടുക്കാൻ പറ്റും, n റാൻഡം വേരിയബിൾസ് എടുക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്നുള്ളത് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് x1
പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ xi ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് xi എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ മാത്തമാറ്റിക്കൽ തിയറം ഓൺ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ എക്സ്പെക്റ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് XY എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ടാകും സച്ച് ദാറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് XY എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് x ഇൻറ്റു y ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് y. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x ഇൻറ്റു y എന്നുള്ള ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് ചെയ്താൽ ഡബിൾ സമ്മേഷൻ x ഇൻറ്റു y XY f ഓഫ് x, y എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ XY എന്ന് പറയുന്ന രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആയതുകൊണ്ട് നമുക്കിതിനെ ഡബിൾ സമ്മേഷൻ x ഇൻറ്റു y ഇൻറ്റു f1 ഓഫ് x ഇൻറ്റു f2 ഓഫ് y എന്ന് എഴുതാം. പിന്നെ അതിന് ശേഷം എക്സിൻ്റെ ടേമും വൈൻ്റെ ടേമും സെപ്പറേറ്റ് ആക്കി എഴുതുമ്പോൾ നമുക്ക് സമ്മേഷൻ x f1 ഓഫ് x ഇൻറ്റു സമ്മേഷൻ y f2 ഓഫ് y എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്ന് കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമ്മളിവിടെ പ്രൂവ് ചെയ്ത പോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് XY ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്നുള്ള പ്രൂവ് ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂസ് കേസിലും ചെയ്യാം. അപ്പോഴും ഇവിടെ ഈ സമ്മേഷന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേഷൻ ഓവർ എക്സും വൈയും കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ഇതിലെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എഡീഷൻ തിയറവും മൾട്ടിപ്ലിക്കേഷൻ തിയറവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നമ്മൾ എഡീഷൻ തിയറത്തിൽ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. x1 x2 എക്സെട്ര xn എന്ന് പറയുന്ന റാൻഡം വേരിയബിൾസ് നമ്മളെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x1 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x2 ഇൻറ്റു എക്സെട്ര എക്സ്പെക്റ്റേഷൻ ഓഫ് xn എന്നുള്ളത് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു expectation of product of xi I from 1 to n is equal to product of expectation of xi I from 1 to n. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് MGFൻ്റെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് റാൻഡം വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ MGFനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിൻ്റെ തിയറം if x and y are two independent random variables, then mx plus y of t is equal to mx of t into my of t. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം mx of t എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു tx എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, x പ്ലസ് y എന്ന് പറയുന്ന വേരിയബിളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, mx പ്ലസ് y ഓഫ് t എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു tx പ്ലസ് y എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു tx ഇൻറ്റു e റേസ് ടു ty എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു tx ഇൻറ്റു e റേസ് ടു ty. That is equal to expectation of e raised to tx into expectation of e raised to ty, which is equal to mx of t into my of t. Hence നമ്മൾ പ്രൂവ് ചെയ്തു mx പ്ലസ് y ഓഫ് t എന്ന് പറയുന്നത് mx of t into my of t ആണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് തിയറം നോക്കാം. if x1 x2 etc xn are n independent random variables, then m summation xi of t is equal to product I from 1 to n mxi of t. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെ എക്സ്റ്റെൻഷനാണ്. നമ്മൾ ആദ്യം പറഞ്ഞ തിയറം mx പ്ലസ് y ഓഫ് ടീൻ്റെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള തിയറാണ്. അപ്പോൾ ഇവിടെ n റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്ത് നോക്കാം. m സമ്മേഷൻ xi ഓഫ് t ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ നമുക്ക് എഴുതാം എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു t ഇൻറ്റു സമ്മേഷൻ xi I ഫ്രം 1 to n. അപ്പോൾ ഇതിൽ xi's എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആയിരിക്കും. That is equal to expectation of e raised to summation t into xi I from 1 to n. And independent random variables ആയതുകൊണ്ട് അതിന് നമുക്ക് expectation of e raised to product I from 1 to n t into xi എന്ന് എഴുതാം. That is equal to product I from 1 to n ഇവിടെ അല്ല പ്രൊഡക്റ്റ്, I from 1 to n
ഇ റേസ് ടു ടി എക്സ് ഐ ആണ്. പ്രോഡക്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു എക്സ് ഐ എന്ന് പറഞ്ഞ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഫ്രം 1 to n എം എക്സ് ഐ ഓഫ് ടി. അപ്പോൾ എം സമ്മേഷൻ എക്സ് ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഐ ഫ്രം 1 to n എം എക്സ് ഐ ഓഫ് ടി എന്നുള്ളത് കിട്ടും. സിൻസ് എക്സ് ഐസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഹെൻസ് നമ്മൾ ഈ എം ജി എഫിൻ്റെ തിയറംസും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൊവേരിയൻസ് ആണ്. കൊവേരിയൻസ് എന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾ എക്സ് വൈ എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടിയും വേരി ചെയ്യുമ്പോഴുള്ള ആ ഒരു വേരിയേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് വേരിയബിളും കൂടി ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന വേരിയേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊവേരിയൻസിൻ്റെ കേസിൽ നമുക്ക് 3 റിസൾട്ടാണുള്ളത്. ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കൊവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ is equal to expectation of x minus expectation of x into y minus expectation of y. Okay, result number 2, covariance of x comma y is equal to expectation of xy minus expectation of x into expectation of y. അപ്പോൾ ഈ സെക്കൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് റിസൾട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. പ്രൂഫ് covariance of x comma y is equal to expectation of x minus expectation of x, y minus expectation of y. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് വൈ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഈ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടും. അപ്പോൾ കൊവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തേർഡ് റിസൾട്ട് എന്ന് പറയുന്നത് കൊവേരിയൻസ് ടേം എന്ന് പറയുന്നത് 0 ആവും ഇഫ് എക്സ് ആൻഡ് വൈസ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, റിസൾട്ട് നമ്പർ 3, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് ദെൻ കൊവേരിയൻസ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. നമുക്ക് നോക്കാം. കൊവേരിയൻസ് ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ ഇതിൽ എക്സും വൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0, ഹെൻസ് പ്രൂവ്ഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് റിസൾട്ട് നമ്പർ 4 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള കോറിലേഷനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കോറിലേഷൻ നമുക്ക് ആർ എക്സ് വൈ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ റോ എക്സ് വൈ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ ആണ്. അപ്പോൾ ഇതിൽ കൊവേരിയൻസ് ടേം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു. covariance of x comma y എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. വേരിയൻസ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സിമിലർലി വേരിയൻസ് ഓഫ് വൈ എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി ആണ്. ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കണം. അതപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലാംഡ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേം എടുക്കും. ആ ടേമിനെ നമ്മൾ ലാംഡ ഇൻറ്റു എക്സ് മൈനസ് വൈ
ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന ടേം കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തായാലും നോൺ നെഗറ്റീവ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും. കാരണം ഒരു ടേമിൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്തായാലും എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണ് കിട്ടുക. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ കാണുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ലാംഡ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ ടേം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ലാംഡ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2 ടൈംസ് ലാംഡ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഈ എക്സ്പെക്റ്റേഷനെ ഉള്ളിലേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ടൈംസ് ലാംഡ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സിൻസ് ഈ ടേമൊക്കെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ വെച്ചാൽ സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ പുറത്ത് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്, നമ്മൾ ഈ ഫോം എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോമിലുള്ള ലാംഡൻ്റെ ടേംസിലുള്ള ക്വാഡ്രാറ്റിക് ഫോമിലാണ് ഉള്ളത്. അപ്പോൾ ആ ടേം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിമിനൻറ്റ് ടേം എന്ന് വെച്ചാൽ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഈ ഒരു ടേം എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. ഈ വാല്യൂ നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ മാത്രമാണ് നമ്മളെ ഈ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവാം. എന്ന് വെച്ചാൽ ഈ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് വെച്ചാൽ എന്തായിരിക്കും നമുക്ക് വരാം, ബി സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഇതിൽ ബി സ്ക്വയർ ആയിട്ട് വരെ ഏതാണ് 2 സ്ക്വയർ ആയിരിക്കും അല്ലേ. 2ൻ്റെ ഈ ടേം 2 ലാംഡ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് നമ്മളെ ബി വരിക. അതിൻ്റെ സ്ക്വയർ മൈനസ് 2 ലാംഡ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. എന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഈ 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഹെൻസ് നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി. ഇനി നെക്സ്റ്റ് നമുക്കൊരു റിസൾട്ട് ഉണ്ട്. നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ കോറിലേഷൻ്റെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. കോറിലേഷൻ്റെ വാല്യൂ റോ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് -1ൻ്റെയും +1ൻ്റെയും ഇടയിലായിരിക്കും എന്നുള്ളത്. അപ്പോൾ റോൻ്റെ ഫോമുല നമുക്കറിയാം, കോവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ടു സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് വൈ ആണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ ടേം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ divided by expectation of x minus expectation of x whole square into expectation of y minus expectation of y whole square. അപ്പോൾ ഇതിൽ ഓരോ ടേമും ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ എക്സ് എന്ന് കൊടുക്കാം, വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് വെച്ചാൽ സ്മോൾ ലെറ്റർ വൈ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താവും, റോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാറിയിട്ട് expectation of xy by square root of expectation of x square into square root of expectation of y square എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ സ്ക്വയർ ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബൈ സ്ക്വയറിങ് വി ഗെറ്റ് റോ സ്ക്വയർ റോ എക്സ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ഹോൾ സ്ക്വയർ ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും ബൈ ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഷ്വാർട്സ് ഇൻഇക്വാലിറ്റി പ്രകാരം ഈ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ,
അപ്പോൾ ഒരു വാല്യൂ റോ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ റോൻ്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ദാറ്റ് ഈസ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഹെൻസ് നമ്മൾ എന്ത് ചെയ്തു, പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ആദ്യം നമ്മൾ എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. പിന്നെ എഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, പിന്നെ MGF യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊവേരിയൻസിൻ്റെ റിസൾട്ടും പിന്നെ ഷ്വാർട്സ് ഇനിക്വാലിറ്റി പറഞ്ഞു. ഇപ്പോൾ ഷ്വാർട്സ് ഇനിക്വാലിറ്റി വെച്ചിട്ട് നമ്മൾ കൊവേരിയൻസ് ടേം എന്ന് പറയുന്നത് -1ൻ്റെയും കോറിലേഷൻ ടേം എന്ന് പറഞ്ഞാൽ -1ൻ്റെയും +1ൻ്റെയും ഇടയിലാണെന്നുള്ളതും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള റിസൾട്ട് വേരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതെന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ വേരിയൻസിൻ്റെ റിസൾട്ടാണ്. ഇഫ് x and y are two random variables, then variance of ax plus by is equal to a square into variance of x plus b square into variance of y plus 2ab covariance of x, y. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വേരിയൻസ് ഓഫ് എക്സ് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് വേരിയൻസ് ഓഫ് AX പ്ലസ് BYനെ നമുക്ക് ബൈ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യാം. വേരിയൻസ് ഓഫ് AX പ്ലസ് BY എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് AX പ്ലസ് BY മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് AX പ്ലസ് BY ഹോൾ സ്ക്വയർ എന്നായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു expectation of AX plus BY minus A into expectation of X minus B into expectation of Y whole square. That is equal to expectation of A ൻ്റെ ടേം നമുക്ക് ഒപ്പറേറ്റ് ചെയ്താം. അപ്പോൾ നമുക്ക് A into X minus expectation of X minus B into expectation of B into Y minus expectation of Y ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ഇത് സെക്കൻഡ് ടേമും ആക്കി കൺസിഡർ ചെയ്തിട്ട് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു A ഇൻറ്റു B into expectation of x minus expectation of x into y minus expectation of y. That is equal to a square into ഈ ടേം എന്താ വേരിയൻസ് ഓഫ് എക്സ് ആയിരിക്കും പ്ലസ് B സ്ക്വയർ ഇൻറ്റു ഈ ടേം വേരിയൻസ് ഓഫ് വൈ ആയിരിക്കും പ്ലസ് 2ab ഇൻറ്റു ഈ ടേം നമ്മൾ നേരത്തെ റിസൾട്ടിൽ പറഞ്ഞു കൊവേരിയൻസ് ഓഫ് എക്സ്, വൈ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഹെൻസ് പ്രൂവ്ഡ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോട്ടാണുള്ളത്. 2-3 നോട്ട്സ് ഉണ്ട്. ഫസ്റ്റ് നോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊവേരിയൻസ് ടേം എന്ന് പറയുന്നത് 0 ആയി പോകുന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ്. കൊവേരിയൻസ് ടേം എന്ന് പറയുന്നത് 0 ആയി പോകും. അങ്ങനത്തെ കേസിൽ വേരിയൻസ് ഓഫ് AX പ്ലസ് BY എന്ന് വെച്ചാൽ A സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് B സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ ആയിരിക്കും. Second note, when A is equal to 1 and B is equal to 1, variance of x plus y എന്ന് മാത്രമാവും. എയും ബിയും 1 ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ആൻസർ വേരിയൻസ് ഓഫ് എക്സ് പ്ലസ് വേരിയൻസ് ഓഫ് വൈ പ്ലസ് 2 ടൈംസ് കോവേരിയൻസ് ഓഫ് എക്സ്, വൈ എന്നായിരിക്കും. തേർഡ് നോട്ട് വെച്ചാൽ എൻ്റെ ടേം 1ഉം ബീൻ്റെ ടേം എന്ന് പറഞ്ഞാൽ -1ഉം ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ വേരിയൻസ് ഓഫ് എക്സ് മൈനസ് വൈ is equal to variance of x plus variance of y minus 2 times covariance of x, y എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ വേരിയൻസിൻ്റെ കേസിലുള്ള റിസൾട്ടുകൾ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കുള്ള MGFൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ റിസൾട്ട് എന്താ പറയുന്നത് വെച്ചാൽ mx, y t1, t2 is equal to നമുക്ക് അറിയുന്ന കാര്യമാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to tx1 പ്ലസ് tx2 ആണ് ബൈ ഡെഫിനിഷൻ നമുക്ക് എഴുതാൻ പറ്റുക. അപ്പോൾ ഈ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെയും കണ്ടിന്യൂസിൻ്റെയും കേസിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡബിൾ സമ്മേഷൻ e raised to t1 x1 t2 y into f of x, y if x and y are discrete. Second one
കണ്ടിന്യൂസ് ആവുന്ന കേസിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ എക്സ് ഓവർ വൈ എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇത് രണ്ടും -∞ to ∞ ആയിരിക്കും. e⁻t1x + t2y ഇൻറ്റു f(x, y) dx dy ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ബൈ ഡെഫിനിഷൻ എന്ത് വരും എന്നുള്ളത് മാത്രമാണ് ഈ റിസൾട്ടിൽ പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ ആണ്. ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്ഷനാണ് കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ബൈ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത് പറയും. അതിനുശേഷം ഒരു തിയറി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാണെങ്കിൽ നമ്മളെ ഈ മൊഡ്യൂളിലെ തിയറി സെക്ഷൻസ് അവസാനിക്കും. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ നമ്മൾ ഇതിൻ്റെ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അറിയാം, ലെറ്റ് ഡെഫിനിഷൻ പറയാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി എ പെയർ ഓഫ് റാൻഡം വേരിയബിൾ വിത്ത് join PDF f(x, y), then conditional expectation of x given y is equal to y എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? സമ്മേഷൻ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് പറഞ്ഞ് എഴുതാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഡിസ്ക്രീറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾ ആണെങ്കിൽ integral over -∞ to ∞ x into f of x given y dx എന്ന് എഴുതാം if x and y are continuous. അപ്പോൾ ബൈ ഡെഫിനിഷൻ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്നും, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രൽ -∞ to ∞ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ് എന്നും പറഞ്ഞ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഗിവൺ x is equal to x ഉം ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ആൻഡ് ഇൻ്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് വൈ ഗിവൺ എക്സ് ഇൻറ്റു ഡി വൈ എന്നും പറഞ്ഞ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഉള്ളത് കണ്ടീഷണൽ വേരിയൻസ് ആണ്. കണ്ടീഷണൽ എക്സ്പെക്റ്റേഷൻ കഴിഞ്ഞാൽ കണ്ടീഷണൽ വേരിയൻസ് ആണ് വരാം. അപ്പോൾ കണ്ടീഷണൽ വേരിയൻസ് നമുക്കറിയാം, വേരിയൻസ് ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു വൈ എന്നുള്ളതിനെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഗിവൺ വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ബൈ ഡെഫിനിഷൻ. സിമിലർലി വേരിയൻസ് ഓഫ് വൈ ഗിവൺ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഉള്ളതിന് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഗിവൺ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റ് നമുക്കൊരു തിയറമാണുള്ളത്. ആ തിയറം എന്താ പറയുന്നതെന്നുള്ളത് നോക്കാം. തിയറം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഗിവൺ വൈ ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ എഫ് ഓഫ് എക്സ് ഗിവൺ വൈ എന്ന് വെച്ചാൽ നമുക്കറിയാം, എക്സ് ഗിവൺ വൈ എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് വൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എഫ് ടു ഓഫ് വൈ ഡി എക്സ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പോൾ ഹെൻസ് നമ്മൾ ഇനി രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുക്കുകയാണ്. രണ്ട് സൈഡിലും എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഗിവൺ വൈ ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എഫ് ടു ഓഫ് വൈ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എഫ് ടു ഓഫ് വൈ ഡി വൈ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എക്സ് ഗിവൺ വൈ എങ്കിൽ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ ഇൻറ്റു അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണ് വരിക. അപ്പോൾ ഇതും പ്രോബബിലിറ്റി വാല്യൂ സെയിം ആണ്, അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ബാക്കി ഉണ്ടാവുക ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? വിത്ത് റെസ്പെക്റ്റ് ടു വൈ നമ്മൾ ജോയിൻറ്റ് പ്രോബബിലിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ് കിട്ടുക.
that is equal to integral over x into f1 of x dx that is equal to expectation of x. അപ്പോൾ expectation of x given y is equal to y എന്ന് വെച്ചാൽ expectation of x എന്നാണെന്ന് കിട്ടും. ഹെൻസ് പ്രൂവ്ഡ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ മൊഡ്യൂളിലെ തിയറി സെക്ഷൻസ് കഴിഞ്ഞ് ഇനി നമ്മളൊരു 5 to 6 പ്രോബ്ലംസും കൂടി ചെയ്താണെങ്കിൽ ഈ ഒരു മൊഡ്യൂൾ കഴിയും. ഓക്കെ, താങ്ക് യു.